അല്ല, ഇത് അങ്ങനെ പുകമറ കാണിച്ച് ഇലക്ഷൻ ജയിക്കാന്ന് ഇടതുപക്ഷ BJP കരുതണ്ട. പാലത്തായി കേസിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയെ ദ്രോഹിച്ച അധ്യാപകനെ പുറത്താക്കിയപ്പോൾ അധ്യാപകന് വേണ്ടി RSS ഭാഷയിൽ സംസാരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല കോൺഗ്രസിനുള്ളത്. തെറ്റാര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം. അതെനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ആണ് എടുക്കുന്നത്. ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കുന്നത്. ഏതാണ് പെൺകുട്ടി ആർക്കും അറിയില്ല. അതുകൊണ്ട് പാർട്ടി അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പാർട്ടി പറയുന്നത് സർക്കാർ എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുത്താലും ആ കാര്യത്തിൽ ഏത് ആക്ഷൻ എടുത്താലും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി പോകും. ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങളല്ല, ഗവൺമെന്റാണ്. രാഹുൽ എന്തുകൊണ്ടാണ് ഇത് ഏതാണ് പെൺകുട്ടി എന്ന് പറയാ? അത് രാഹുലിനോട് ചോദിക്കണം. രാഹുൽ അതിന് മറുപടി പറയുന്നില്ല. അതിന് ബാധ്യത കോൺഗ്രസിനില്ലേ? അവരെ അപ്പൊ ന്യായീകരിക്കുന്നത് ഞങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അതല്ലാതെ ആരെങ്കിലും എവിടെ നിന്നും പറഞ്ഞാൽ അതിനൊന്നും പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ല. പാർട്ടി കാര്യങ്ങൾ KPC പ്രസിഡന്റ് തീരുമാനിക്കും. നടപടി എടുക്കേണ്ടത് സർക്കാരുമാണ്. രണ്ടും അതിന്റെ ഒഴുക്കി നടക്കും. അല്ല, അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിക്ക് നടത്താനുള്ള കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിന് ആരുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇങ്ങനെയുള്ള സദസ്സുകളിൽ എത്തരുത് എന്നുള്ളത് എന്തുകൊണ്ടാണ് പാർട്ടി പറയാൻ മടിക്കുന്നത്? അത് അതിനെ സംബന്ധിച്ച് അങ്ങനെ വല്ല പരാതിയും വന്നാൽ പാർട്ടി കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അത് KPC പ്രസിഡന്റ് അറിയിക്കേണ്ടവർ അറിയിക്കും. ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള പരാതി അത് ഗൗരവകരമാണ് എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള ഈ ഓഡിയോ ക്ലിപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ, ഇതൊക്കെ ഗുരുതരമായ ഒരു വിഷയമാണ് എന്നുള്ളത് അങ്ങ് ചിന്തിക്കും? ഞാൻ പറയുന്നത് ആക്ഷൻ വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിന്റെ ആക്ഷൻ വരട്ടെ, അത് ഗവൺമെന്റ് എടുക്കട്ടെ. പിന്നെ ഇലക്ഷന് വേണ്ടി മാത്രമുള്ള അഭ്യാസങ്ങളാവരുത്. കുറ്റം ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം. അത് ആരാണെങ്കിലും X or Y എന്ന് ഞാൻ പറയുന്നില്ല. അത് ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കുന്നത്. ഇതിൽ ഈ ജനങ്ങൾ എന്താണ് കരുതേണ്ടത്? കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പാർട്ടി പറയുന്നു, പക്ഷേ സസ്പെൻഡ് ചെയ്ത വ്യക്തി ഇലക്ഷൻ അടക്കം പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നു. അപ്പോൾ എന്താണ് ജനങ്ങൾ കരുതേണ്ടത്? എത്ര നാളാണ് സസ്പെൻഷൻ എന്ന് പോലും പാർട്ടി വ്യക്തമാക്കുന്നില്ല. അത് കൂടുതൽ തെളിവുകൾ ലഭിച്ച് മറ്റേ ആക്ഷനിലേക്ക് പോകുമ്പോൾ സസ്പെൻഷൻ പുറത്താക്കലാവും. പക്ഷെ ഇപ്പോൾ അതിന് തക്കവണ്ണം ഒരു ആക്ഷൻ ഗവൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല.